ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാം വിന്നർ ഫാമിലി. മക്കളെ, നല്ലൊരു ഇമെയിൽ എഴുതാൻ ഇന്ന് പഠിച്ചാലോ? 10ാം ക്ലാസ് വരെ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യണ്ടായിരുന്നു അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ +1 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ചോദിക്കാൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഏത് ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ഇമെയിൽ എങ്ങനെ എഴുതണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെ സാർ ഈ വീഡിയോയിൽ നിന്ന് മുഴുവനായിട്ട് പറയാൻ പോവാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യും, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാം. മക്കളെ, നല്ലൊരു ഇമെയിൽ എഴുതണമെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം കൃത്യമായ ഒരു ഫോർമാറ്റ് നമ്മൾ അതിനു വേണ്ടി പാലിക്കണം. അതിനകത്ത് നിന്ന് എഴുതിയാൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. പലപ്പോഴും ആളുകൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇമെയിലിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത്. നമ്മൾ എത്ര നന്നായിട്ട് അതിൻ്റെ കണ്ടന്റ് എഴുതി കഴിഞ്ഞാലും അത് ആ ഒരു ഫോർമാറ്റിനകത്ത് നിന്ന് എഴുതിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, മാർക്ക് കിട്ടില്ല. അപ്പോൾ ഫുൾ മാർക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിൻ്റെ ഫോർമാറ്റ് പാലിക്കുകയും വേണം. അതൊക്കെ സാറ് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയും. വേറൊരു കാര്യം, നമുക്ക് പഠിക്കാനും കൂടെ ഉണ്ട് ഇമെയിൽ. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൂടെ? ചെയ്യണം. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പ്രസംഗം പഠിക്കാനുണ്ട് അല്ലേ? ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു ഇൻസ്പയറിംഗ് സ്പീച്ച്. അദ്ദേഹം ഇങ്ങനെ യുവാക്കളെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നൊരു പ്രസംഗവും നടത്തി. അതിനകത്ത് നാണക്കാരനായിട്ടുള്ള ഒരു ഗ്രാമവാസിയുടെ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് മോട്ടിവേറ്റഡ് ആവും. സ്വാഭാവികമായിട്ടും ഞാനും മോട്ടിവേറ്റഡ് ആയി, നിങ്ങളും മോട്ടിവേറ്റഡ് ആയിരിക്കും. അത് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സുഹൃത്തിന് ഇമെയിൽ അയക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു communicate your thoughts and ideas to your friend who is studying abroad. Draft an email to your friend. 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഒന്നുമില്ല, നമ്മൾ എത്രത്തോളം ഇൻസ്പയർഡ് ആയി എന്നുള്ള കാര്യം നമ്മുടെ സുഹൃത്തിനെ ഒരു ഇമെയിൽ വഴി അറിയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നല്ലൊരു ഇമെയിൽ എഴുതാമെന്ന് പഠിച്ചാലോ? കണ്ടോ, ഇമെയിൽ എഴുതുമ്പം നമ്മൾ ആദ്യം അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഫോർമാറ്റ് അറിഞ്ഞിരിക്കണം. അപ്പം ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, ടു എന്ന് കൊടുക്കുക. നമ്മൾ കത്തൊക്കെ എഴുതുന്ന സമയത്ത് ഫ്രമ്മും ടു ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പം ഫ്രമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം നമ്മൾ ഇമെയിലാണല്ലോ അയക്കുന്നത്. ആരാണ് അയക്കുന്നത്, എപ്പോഴാണ് അയക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇമെയിൽ കിട്ടുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ കത്ത് എഴുതുന്ന പോലെ ഫ്രം ഒന്നും ഏതിൽ ഇമെയിലിൽ ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ മെൻഷൻ ചെയ്യുക. റെസിപ്പിയൻസ് ഇമെയിൽ അഡ്രസ്സ് വേണം കേട്ടോ. ആർക്കാണ് നിങ്ങൾ മെയിൽ അയക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ ഇമെയിൽ ID 2 നേരെ എഴുതുക. ഇപ്പോൾ അപ്പുക്കുട്ടനാണെങ്കിൽ appukutan@gmail.com, അനിയൻകുട്ടനാണെങ്കിൽ അനിയൻകുട്ടൻ@gmail.com എന്നൊക്കെ എഴുതുക. അല്ലെങ്കിൽ അമ്മുക്കുട്ടിയാണെങ്കിൽ അമ്മുക്കുട്ടി@gmail.com എന്നൊക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനറി ഫ്രണ്ടിനാണ് അയക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് കൃത്യമായ ഇമെയിൽ ID ഒന്നും എഴുതണമെന്നില്ല. ഒരു ഇമാജിനറി സാങ്കല്പിക ഇമെയിൽ ID അങ്ങോട്ട്, നല്ല രസമുള്ളൊരു ഇമെയിൽ ID അങ്ങോട്ട് എഴുതുക. ശേഷം സബ്ജക്റ്റ്, നമ്മൾ എന്താണ് ഈ ഒരു ഇമെയിലിൻ്റെ കണ്ടന്റ് എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ ഒറ്റ ലൈനിൽ എഴുതി കൊടുക്കുക. ഈ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം എന്തിനെക്കുറിച്ചാണ് ഈ ഇമെയിൽ എഴുതിയിരിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് എന്ന് കാണുന്ന സ്ഥലത്ത് അതങ്ങോട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു സല്യൂട്ടേഷൻ, ഒരു ഗ്രീറ്റിംഗ് കൊടുക്കുക. ഡിയർ സാർ അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്, ഡിയർ കണ്ണ എന്നൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവരെ ഗ്രീറ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് നേരിട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കത്ത് എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. കണ്ടന്റ് ഒക്കെ നമ്മുടെ കത്തിനുള്ളത് പോലെ തന്നെ, അതിലൊന്നും ഒരു പിശുക്കും കാണിക്കണ്ട. നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും ഒക്കെ അതിലറിയിക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെയായിരിക്കും: ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ തുടങ്ങുമല്ലോ. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ബെറ്റർ, ഐ ഹോപ്പ് യു ആർ റിക്കവറിങ് ഫ്രം യുവർ ഇൽനെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് എന്താണോ പറയാനുള്ള കാര്യങ്ങൾ, നമ്മളുടെ സ്നേഹം പങ്കുവയ്ക്കാം. നമ്മളുടെ കുന്നായ്മകളും സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ നമ്മുടെ മെയിൻ ബോഡി പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. മെയിൻ ബോഡി പാർട്ടിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യാം. പിന്നെ ഒരു കൺക്ലൂഷനൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ എങ്ങനെ വൈൻഡപ്പ് ചെയ്യാം, നിങ്ങൾ കൺവേ അവർ റിഗാർഡ്സ് ടു ഓൾ, അല്ലെങ്കിൽ ഐ ഹോപ്പ് ഇമെയിൽ ഫ്രം യു ബാക്ക് എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കൺക്ലൂഷനോടെ കൊടുത്തതിന് ശേഷം ക്ലോസിങ് എന്ന കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അത് ഇത്രയേ ഉള്ളൂ. യുവേഴ്സ് ലവിങ്ലി എന്നോ അല്ലെങ്കിൽ യുവേഴ്സ് ട്രൂലി എന്നോ യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഇമെയിലിൻ്റെ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ പാലിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു.
ഓക്കെ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് ഉണ്ടാവില്ല. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതുന്നതിൻ്റെ ബോഡി പാർട്ടിലെ ലാംഗ്വേജും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ മാർക്ക് ഫുൾ ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും ക്ലിയർ ആൻഡ് കൺസൈസ്, എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ കുറച്ച് മാത്രം എഴുതുക. അല്ലാതെ ഇങ്ങനെ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. വളരെ ക്ലിയറും കൺസൈസ് ആയിട്ടും മാത്രം എഴുതുക. യൂസ് പൊളൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. കുറച്ച് അനുകമ്പയും സ്നേഹമൊക്കെ ഉള്ള ഭാഷ ഉപയോഗിക്കും നിങ്ങൾ ഇമെയിൽ എഴുതുന്ന സമയത്ത്. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ഫോർമലായിട്ടൊന്നും നിങ്ങളുടെ സുഹൃത്തിന് ഇമെയിലൊന്നും അയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, എന്താണോ നമുക്ക് കൺവേ ചെയ്യാനുള്ള ഫീലിങ്സ് അതെല്ലാം ആഡ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫോർമൽ ഇമെയിൽ ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് സാർ എഴുതുന്നത്. യൂസ് പാരഗ്രാഫ് പ്രോപ്പർലി. ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി പാർട്ട്, പിന്നെ ഒരു കൺക്ലൂഷൻ എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സ്റ്റേ റെലവൻറ്റ് ടു ദ ടോപ്പിക് ഓർ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്. ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം എഴുതുക. അല്ലാതെ ലോക കാര്യങ്ങൾ മുഴുവൻ ഒന്നും കൊണ്ടുവന്ന് നമ്മൾ എഴുതേണ്ടതില്ല. ഇപ്പം നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണല്ലോ നമ്മുടെ ഫ്രണ്ടിന് അയക്കുന്നത്. ഡോക്ടർ കലാമിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഉത്തേജിതരായിട്ടുള്ള നമ്മൾ ആർക്ക്, നമ്മുടെ സുഹൃത്തിന് മെയിൽ അയക്കുകയാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ബയോഗ്രാഫി ഒന്നും നമ്മൾ അതിൽ വിവരിച്ച് എഴുതേണ്ടതില്ല. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഒന്ന് എഴുതി നോക്കിയാലോ. 4 മാർക്ക് വരെ കിട്ടാവുന്ന ഈ ഒരു ചോദ്യം എഴുതി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവും. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ അതിൻ്റെ കൃത്യമായ ഫോർമാറ്റ് പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മുടെ ലാംഗ്വേജും എങ്ങനെയുള്ളതാണെന്ന് മാത്രം നോക്കുക. അങ്ങനെയാണെങ്കിൽ സാർ ഇത് എഴുതിയിട്ടുള്ള ഈ ഒരു ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം. നോക്കിക്കോ. ആദ്യം തന്നെ 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇമെയിൽ ID ആഡ് ചെയ്തു. xyz@gmail.com. ചുമ്മാ എൻ്റെ ഒരു ഫ്രണ്ടിന് പേരൊന്നും ഇട്ടില്ല, ഞാൻ അങ്ങനെ ഒരു ഇമെയിൽ ID ഇട്ട് കൊടുത്തു, xyz@gmail.com. പിന്നെ സബ്ജക്റ്റ് എന്താണ് നമുക്ക് പറയാനുള്ളതെന്നുണ്ടല്ലോ, അതൊന്ന് ഒറ്റ വരിയിൽ എഴുതി കൊടുത്തു. മോട്ടിവേറ്റഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് ഇൻസ്പയറിംഗ് വേർഡ്സ്. ഓക്കെ, ഇനി ഒരു ചെറിയ ഗ്രീറ്റിംഗ്. എന്താണ്? ഡിയർ ഫ്രണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഡിയർ കണ്ണ, ഡിയർ അപ്പു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ആൻഡ് എൻജോയിങ് യുവർ സ്റ്റഡീസ് അബ്രോഡ്. നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു, നീ നിൻ്റെ വിദേശ ജീവിതം ആഘോഷിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒരു ഫോർമൽ ഒരു ഇൻട്രൊഡക്ഷൻ. Today I read a very inspiring message by Dr. APJ Abdul Kalam and wanted to share it with you. ഇന്ന് ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വായിച്ചു, എനിക്കത് നിന്നോട് പങ്കുവെക്കണം. He spoke about how young people have always helped shape the future. അദ്ദേഹം സംസാരിച്ചത് യുവാക്കൾ എങ്ങനെയാണ് ഭാവിയെ രൂപകൽപ്പന ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. And said we should never be afraid of what lies ahead. ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ പേടിക്കേണ്ടതില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പേടിക്കേണ്ടതില്ലെന്നല്ല, പേടിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. He believes the mind of the youth is the most powerful thing in the world. അദ്ദേഹം വിശ്വസിക്കുന്നത് ലോകത്തെ ഏറ്റവും കരുത്തുള്ള കാര്യം എന്ന് പറയുന്നത് യുവാക്കളുടെ മനസ്സാണ് എന്നതാണ്. He told a story about a shy village boy who wanted to become a marine engineer but lacked confidence. ആത്മവിശ്വാസം കുറഞ്ഞ നാണക്കാരനായ ഒരു ഗ്രാമവാസിയായ ബാലൻ്റെ കഥ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ആ ബാലന് ഒരു മറൈൻ എഞ്ചിനീയർ ആകണം എന്നതാണ് അവൻ്റെ ആഗ്രഹം. The boy asked Dr. Kalam if he could achieve his dream. ആ ബാലൻ ഡോക്ടർ കലാമിനോട് ചോദിച്ചു അവൻ്റെ സ്വപ്നത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ എന്ന്. Dr. Kalam said it was one of the best questions he had ever heard. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞ എന്താണെന്ന് അറിയോ, അദ്ദേഹം കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ചോദ്യം ഇതാണ് എന്നതാണ്. He told the boy that everyone wants to be unique. അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞു ലോകത്തുള്ള എല്ലാവർക്കും അതുല്യരായി നിൽക്കണം, യുണീക്കായിട്ട് നിൽക്കണം എന്നതാണ് ആഗ്രഹം. But the world tries to make us like everyone else. പക്ഷേ ലോകം നമ്മളെ മറ്റൊരാളായി മാറ്റിയെടുക്കാനാണ്, നമ്മളെപ്പോലുള്ള വേറൊരാളെ സൃഷ്ടിക്കാൻ മാത്രമേ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മളായി ഇരിക്കാൻ ഈ ലോകം നമ്മളെ അനുവദിക്കുന്നില്ല. നമ്മൾ വേറൊരാളുടെ ഒരു കോപ്പിയായി ഇരിക്കാൻ മാത്രമേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ലോകത്തുള്ള ആളുകളാണ് കേട്ടോ. We must keep trying and never give up until we become our true selves. നമ്മളായിരിക്കുന്നതിന് വേണ്ടിയുള്ള നിതാന്ത പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം, അവസാനമില്ലാത്ത ഒരു പോരാട്ടം. No matter where you come from, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതൊരു വിഷയമല്ല. We all have the ability to dream big and work hard
ടു അച്ചീവ് അവർ ഗോൾസ്. നമുക്ക് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനുള്ള കഠിനാധ്വാനം ചെയ്യാനുമുള്ള കഴിവുണ്ട്, എബിലിറ്റി ഉണ്ട്. ഐ തോട്ട് ഓഫ് യു ബിക്കോസ് ഐ നോ യു ആർ ചേസിങ് യുവർ ഡ്രീംസ് ഫാർ ഫ്രം ഹോം. ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തത് എന്താണെന്ന് അറിയോ? എനിക്കറിയാം നീ നിന്റെ സ്വപ്നങ്ങൾ പിന്തുടരുകയാണ്, അതും വീട്ടിൽ നിന്നും ഒരുപാട് അകലെ, വിദേശത്താണല്ലോ ഇവനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. I hope this message uplifts you as much as it did for me. ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജ് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുമെന്ന്. കാര്യം ഈ മെസ്സേജ് വായിച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണർന്നത്, അതുപോലെ ഈ മെസ്സേജ് നിന്നെയും ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക്. ടേക്ക് കെയർ ആൻഡ് റൈറ്റ് സൂൺ. നീ എന്താണ് കരുതുന്നത് എന്നുള്ള കാര്യം എന്നോട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ടേക്ക് കെയർ ആൻഡ് റൈറ്റ് സൂൺ. സുഖമായിരിക്കൂ, എനിക്ക് തിരിച്ചൊരു കത്തയക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എൻഡും ചെയ്തു. ഇനി ക്ലോഷറിൻ്റെ ഭാഗം വളരെ സിമ്പിളായിട്ട് യു ആർ ലവിങ്ലി എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ യുവേഴ്സ് ട്രൂലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് നന്നായിട്ട് എഴുതി തീർന്നിരിക്കുന്നു. ഫുൾ മാർക്ക് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇനി മുതൽ എങ്ങനെ ഒരു ഇമെയിൽ എഴുതണം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകില്ല എന്ന് സാറ് വിശ്വസിക്കുകയാണ്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കായിട്ട് സാറ് വരും. അതുവരെ നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം കാത്തിരിക്കാം. ബൈ.